ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്മോൾ ഓസിലേഷൻ, അതായത് വൺ ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ടു കപ്പിൾഡ് ഓസിലേറ്റർ, അതായത് രണ്ട് ഓസിലേറ്റേഴ്സിനെ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു കപ്പിൾഡ് ഓസിലേറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് us കൺസിഡർ ടു ഐഡൻറ്റിക്കൽ masses m connected to two fixed walls by two massless spring of force constant k and also coupled to each other by a massless spring of force constant k dash. അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റുവേഷൻ. അതായത് നമ്മളൊരു ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് എ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ളതാണ്. അപ്പോൾ അതായത് രണ്ട് മാസ് ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് എം എന്നാണ് മാസ് വരുന്നത്. അപ്പോൾ അതിന് രണ്ട് വാളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഉള്ള സ്പ്രിങ് വെച്ചിട്ടാണ്. പിന്നെ ആ രണ്ട് മാസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് കെ ഡാഷ് എന്ന് പറയുന്ന ഒരു സ്പ്രിങ്ങും വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഫിഗർ എ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് ഈ ഫസ്റ്റിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ സ്പ്രിങ് ഒരു ഫോഴ്സും എന്ത് ചെയ്യുന്നില്ല, എക്സേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. വി അസ്യൂം ദാറ്റ് ദ സ്പ്രിങ് ഡു നോട്ട് എക്സേർട്ട് എനി ഫോഴ്സസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈവൺ ഇഫ് ദ സ്പ്രിങ് എക്സേർട്ട് ഫോഴ്സസ് ഇൻ ഇക്വിലിബ്രിയം ദ വൈബ്രേഷൻ വുഡ് നോട്ട് ബി എഫക്റ്റഡ്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്പ്രിങ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വൈബ്രേഷനെ നമ്മൾ എടുക്കുന്നില്ല. അതായത് വൈബ്രേഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ആ ഫോഴ്സസ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ്, ലെറ്റ് ദ സിസ്റ്റം ബി ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ദ മോഷൻ ഓഫ് ദ ടു മാസസ് ബി റെസ്ട്രിക്റ്റഡ് അലോങ് ദ ലൈൻ ജോയിനിങ് ദി ടു മാസസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ എന്ത് ചെയ്യുന്ന സ്മോൾ ഓസിലേഷനാണ് അല്ലേ, ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഓസിലേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഫിഗർ 2 ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണുള്ളത് അല്ലേ, ഇക്വിലിബ്രിയം പൊസിഷനിൽ കുറച്ച് ചേഞ്ച് ആയിട്ടാണ് ഉള്ളത്. ഇതാണ് നമ്മളെ ഓസിലേഷൻസ് വരുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റഡ് ബൈ ദ കോർഡിനേറ്റ് x1 ആൻഡ് x2. x1 x2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാണുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ x1 അതേപോലെ x2 എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ്, അതായത് Q1 ഈസ് ഈക്വൽ ടു x1 അതേപോലെ Q2 ഈസ് ഈക്വൽ ടു x2. നമ്മൾ സാധാരണ എന്താണ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് Q1 Q2, അത് തന്നെയാണ് നമ്മളെ x1 x2. അപ്പോൾ ഈ രണ്ട് ഓസിലേറ്റേഴ്സും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കണക്ട് ചെയ്യാത്ത കേസ് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω0 ഈസ് ഈക്വൽ ടു √k/m ആണ്. അപ്പോൾ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസിയാണത്. പിന്നെ നമ്മൾ ഈ സ്പ്രിങ്ങിന്, അതായത് സ്പ്രിങ് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമ്പോൾ, അതിൻ്റെ മിഡിലിൽ കണക്ഷനൊന്നും വരാത്ത കേസിൽ അതിൻ്റെ നമ്മളെ സ്പ്രിങ്, അതായത് ഈ ഓസിലേറ്റേഴ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω0 വിച്ച് ഈസ് ഈക്വൽ ടു √k/m. ഇനി ഈ സ്പ്രിങ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് k ഡാഷ് ആണെങ്കിൽ, അപ്പോൾ ദ സിസ്റ്റം ഓസിലേറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ആ കേസിൽ എന്താണ്, നമ്മൾ സിസ്റ്റം ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി, ആ കേസിലുള്ള കൈനറ്റിക് എനർജി ഓഫ് ദ ഓസിലേറ്റിംഗ് സിസ്റ്റം ഈസ് T ഈസ് ഈക്വൽ ടു ½mx1.2 പ്ലസ് ½ mx2.2 എന്ന് പറയാം, കൈനറ്റിക് എനർജി. ഓക്കെ,
ഇനി പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി V is equal to half k x1 square plus half k x2 square plus half k dash x1 minus x2 the whole square. അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക. അപ്പോൾ L is equal to T minus V. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? L is equal to half mx1 dot square plus half mx2 dot square minus half k x1 square minus half k x2 square minus half k dash x1 minus x2 the whole square എന്ന് കിട്ടും. ഇനി ഇതാണ് നമ്മൾ ലഗ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തേക്ക് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ദ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് വൺ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് വൺ ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ടു ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ടു ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലിന് നമ്മളെ മേലെ കിട്ടിയിട്ടുള്ള ആ ഒരു ലഗ്രാഞ്ച് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ നമുക്ക് റിസൾട്ട് കിട്ടും എം എക്സ് വൺ ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് വൺ പ്ലസ് കെ ഡാഷ് എക്സ് വൺ മൈനസ് എക്സ് ടു ഇസ് ഈക്വൽ ടു 0. അതേപോലെ എം എക്സ് ടു ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ടു മൈനസ് കെ ഡാഷ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഓസിലേറ്റേഴ്സിനെ കപ്ലിംഗ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് തേർഡ് ടേം. ദ തേർഡ് ടേം ഈസ് ദ റിസൾട്ട് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ ടു ഓസിലേറ്റേഴ്സ്. അപ്പോൾ ഇതാണെന്ത് നമ്മൾ ദീസ് ആർ ദ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണിത്. നമ്മൾ നേരത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നോർമൽ. അപ്പോൾ ഇത് കപ്പിൾഡ് കേസിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഇവിടെയുള്ള തേർഡ് ടേം വന്നത് തന്നെ കപ്ലിംഗ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ 6ഉം 7ഉം ആണ് നമ്മളെ ഇക്വേഷൻസ്. ഇത് എ സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈമിൾട്ടേനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ രണ്ട് എക്സ് വണ്ണിനും എക്സ് ടുവിനും ഒരു സൊല്യൂഷൻ നമ്മൾ വെച്ചിട്ട് അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ എക്സ് വൺ ഈസ് ഈക്വൽ ടു എ വൺ ഇ റൈസ് ടു ഐ ഒമേഗ ടിയും അതേപോലെ എക്സ് ടു ഈസ് ഈക്വൽ ടു എ ടു ഇ റൈസ് ടു ഐ ഒമേഗ ടിയും. ഈ രണ്ട് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ എ വണ്ണും എ ടുവും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സ് വണ്ണിനും എക്സ് ടുവിനും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ ഒരു എന്ത് ചെയ്യുക, സൊല്യൂഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് എം ഒമേഗ സ്ക്വയർ എ വൺ പ്ലസ് കെ എ വൺ പ്ലസ് കെ ഡാഷ് എ വൺ മൈനസ് എ ടു ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ മൈനസ് എം ഒമേഗ സ്ക്വയർ എ ടു പ്ലസ് കെ എ ടു മൈനസ് കെ ഡാഷ് എ വൺ മൈനസ് എ ടു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ഡാഷ് ബൈ എമ്മിന് ഒമേഗ സി സ്ക്വയർ എന്നും അതേപോലെ കെ ബൈ എമ്മിന് റൂട്ട് ഓഫ് കെ ബൈ എം ആണെന്ത്? നമ്മൾ ഒമേഗ 0 എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ എന്താണ് പിന്നെ ഉള്ളത് ഒമേഗ സ്ക്വയർ ഇതിലുള്ളതാണല്ലോ. അത് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ 0 സ്ക്വയർ പ്ലസ് ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ വൺ മൈനസ് ഒമേഗ സി സ്ക്വയർ എ ടു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ഒമേഗ സി സ്ക്വയർ എ വൺ പ്ലസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ ടു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 9 അതേപോലെ 9ഉം 10ഉം കൂടെ എന്ത് ചെയ്യാം? അതിന് സൊല്യൂഷൻസ് ഉണ്ടാവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എ വൺ എന്താ ഇഫ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് കോഎഫിഷ്യൻസ് എ വൺ ആൻഡ് എ ടു വാനിഷസ്, അതായത് എ വണ്ണിൻ്റെയും എ ടുവിൻ്റെയും കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആവുന്ന കേസിലായിരിക്കും ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കാം.
അതായത് A1-ൻ്റെയും A2-ൻ്റെയും കോഎഫിഷ്യൻസിനെ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോമിലേക്ക് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ 0 സ്ക്വയർ ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ പ്ലസ് ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് ദ സെക്യുലർ ഇക്വേഷൻ. ഇതിനെ നമുക്ക് സെക്യുലർ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് വേറൊരു ഫോമിലും കൂടെ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ 0 സ്ക്വയർ പ്ലസ് ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സി റേസ് ടു 4 ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്യുക? ഇതും ഡയഗണലി അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെക്യുലർ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഒമേഗ നോട്ട് ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ 1 ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ഒമേഗ സി സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ 2 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ 6ൻ്റെയും 7ൻ്റെയും ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? x1 ഈക്വൽ ടു a1 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ 1 ടി പ്ലസ് a1 ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ 1 ടി പ്ലസ് b1 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ 2 ടി പ്ലസ് b1 ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ 2 ടി. അതേപോലെ x2 ഇസ് ഈക്വൽ ടു a2 ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് a2 ഡാഷ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ 1 ടി പ്ലസ് b2 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ 2 ടി പ്ലസ് b2 ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ 2 ഇൻറ്റു ടി. അപ്പോൾ രണ്ട് ഈക്വേഷൻസ് കിട്ടി. ഇനി where a dash and b dash are arbitrary constant but they are not all independent. a ഡാഷും b ഡാഷും എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അതെന്തല്ല? ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഒമേഗ ഇൻ ഇക്വേഷൻ 12 ആൻഡ് 13. നമ്മൾ ഒമേഗയ്ക്ക് വേണ്ടിയിട്ട് ഇക്വേഷൻ 12ലും 13ലും നമ്മൾ എന്ത് ചെയ്യാം? അതായത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ്റെ ഫോമിലേക്ക് നമ്മൾ ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒമേഗയ്ക്ക് നമ്മൾ ഒമേഗയുടെ വാല്യൂ ഇല്ലേ, അതായത് ഈ 30, അതായത് ഒമേഗയ്ക്ക് പ്ലസ് ഓർ മൈനസ് ഒമേഗ 1 ഉള്ള ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ നോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a1 ഇസ് ഈക്വൽ ടു a2 എന്ന് കിട്ടും. അതേപോലെ ഒമേഗ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒമേഗ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ഒമേഗ സി സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a1 ഇസ് ഈക്വൽ ടു മൈനസ് a2 എന്ന് കിട്ടും. അതായത് ഇതിനൊക്കെ നമ്മൾ ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ ക്യാൻസൽ ആയിട്ട് ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രം ഇക്വേഷൻ 16 നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ a1 ഇസ് ഈക്വൽ ടു a2, അതേപോലെ a1 ഇസ് ഈക്വൽ ടു മൈനസ് a2, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 14 അതേപോലെ 14നെയും 15നെയും ഏത് രീതിയിൽ മാറ്റി എഴുതാം? x1 ഇസ് ഈക്വൽ ടു a1 ഇ റേസ് ടു ഐ ഒമേഗ 1 ടി പ്ലസ് a1 ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ടി ഒമേഗ 1 ടി പ്ലസ് b1 ഇ റേസ് ടു ഐ ഒമേഗ 2 ടി പ്ലസ് b1 ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ 2 ഡി ടി. ആ രീതിയിൽ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? x2നെയും മാറ്റി എഴുതുന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലേ, അതായത് കോസ് സൈൻ ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഇറേസ് ടു മാറ്റി ആ ഒരു ഫോമിലേക്ക് നമ്മൾ എഴുതുവാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു a1 കോസ് ഒമേഗ 1 ടി പ്ലസ് 5 പ്ലസ് a2 കോസ് ഒമേഗ 2 ടി പ്ലസ് 5 എന്ന് കിട്ടും. അതേപോലെ x2 ഈസ് ഈക്വൽ ടു a1 കോസ് ഒമേഗ 1 ടി പ്ലസ് 5 പ്ലസ് a2 ഇൻറ്റു കോസ് ഒമേഗ 2 ടി പ്ലസ് 5 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഇക്വേഷൻ 18a ആൻഡ് 18b എന്ന് പറയുന്നത്. അപ്പോൾ we observe from the equation that each coordinates is a superposition of two simple harmonic oscillation of the frequency omega 1 which is equal to omega 0 and omega 2 which is equal to root of omega 0 square plus 2 omega c square. അപ്പോൾ omega 1 omega 2 രണ്ട് ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് സിമ്പിൾ ഹാർമോണിക്
ഓസിലേറ്ററിനെ സൂപ്പർ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക അത് തന്നെയാണ്, ആ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഈ കോർഡിനേറ്റ്സിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, 1 ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സൂപ്പർ പൊസിഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ആ സമയം എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? സിംഗിൾ ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.